നമ്മുടെ ഫോണിലുള്ള ഇമെയിലിലൂടെയോ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യാറുണ്ട്. അതിലൂടെയൊക്കെ നമ്മുടെ ഫോണിലേക്ക് പലതരത്തിലുള്ള പരസ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ പരസ്യങ്ങളും എങ്ങനെ നമുക്ക് ഒപ്പത്തിൽ ഡിസേബിൾ ചെയ്യും, എങ്ങനെ നിർത്തലാക്കാം എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ നമ്മുടെ ജിമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ലോഗിൻ ചെയ്ത് നമ്മുടെ ആവശ്യം കഴിയുന്ന സമയത്ത് നമ്മൾ ലോഗ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള വെബ്സൈറ്റുകളിൽ നിന്നുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇത് എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഈ ഫോണിലുള്ള ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു 3 വര കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ജിമെയിലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ മാനേജ് സബ്സ്ക്രിപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയുമായി ബന്ധപ്പെട്ട എത്ര വെബ്സൈറ്റുകൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് പരസ്യങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ പരസ്യങ്ങളാണ് നിർത്തേണ്ടത്, ആ ഒരു ഭാഗം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല, റൈറ്റ് സൈഡായിട്ട് ഒരു ജിമെയിലിൻ്റെ ബോക്സ് പോലെ, അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇവിടെ ഒന്നിലെ നമുക്ക് നേരിട്ട് ആ വെബ്സൈറ്റിൽ പോയതിന് ശേഷം അതിൽ നമുക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, നമുക്ക് ആ ഒരു വെബ്സൈറ്റിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ബ്ലോക്ക് ഇൻസ്റ്റീഡ് എന്നതിൽ കൊടുത്താൽ മതി. അത് അവിടെ നിന്ന് ബ്ലോക്കായി പോകുന്നതായിരിക്കും. പിന്നീട് നമുക്ക് അതിൽ നിന്നുള്ള ഒരു പരസ്യങ്ങളും വരുന്നതല്ല. ഇതേ രീതിയിൽ നിങ്ങളുടെ ഫോണിലേക്ക് എത്ര വെബ്സൈറ്റുകളിൽ നിന്ന് വരുന്നുണ്ടോ പരസ്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പരസ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ നേരിട്ട് പോയി ഒന്നില്ല നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യുക തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായി എടുത്തിട്ട് നിങ്ങൾ അതിനെ അൺസബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. നമ്മുടെ ഫോണിലൂടെ നമ്മൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട്. ഇത് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പരസ്യങ്ങളായിരിക്കും നമുക്ക് വരുന്നത്. വളരെ ബുദ്ധിമുട്ടായിട്ടായിരിക്കും നമുക്കിത് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള പരസ്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന ആ സെർച്ച് ബാറിൽ പ്രൈവറ്റ് DNS എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. പ്രൈവറ്റ് DNS. ഓക്കെ, അത്ര സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ അത്തരത്തിലൊരു ഓപ്ഷൻ തന്നെ നമുക്കിവിടെ വരും, പ്രൈവറ്റ് DNS എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് പ്രൈവറ്റ് DNS എന്നതിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 2-3 ഓപ്ഷൻസുകൾ ഉണ്ടാകും. സെലക്ട് പ്രൈവറ്റ് DNS മോഡ് എന്നുള്ളത് നിങ്ങളുടെ ഫോണിൽ ഓഫ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നിങ്ങൾ അതിനെ നേരെ കൊണ്ടുപോയിട്ട് പ്രൈവറ്റ് DNS പ്രൊവൈഡഡ് ഹോസ്റ്റ് നെയിം എന്നതിലേക്ക് മാറ്റി കൊടുക്കുക. അത്തരത്തിൽ മാറ്റി കൊടുത്താൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗം നമുക്ക് അവിടെ വരികയുള്ളൂ. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, ഏറ്റവും താഴെ കണ്ടത് ഇവിടെ ഞാൻ നേരത്തെ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് സ്മോൾ ലെറ്ററിൽ DNS.adguard.com എന്ന് സെർച്ച് ചെയ്യുക. അതിനെ നിങ്ങൾ സേവ് ചെയ്യുക. ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഒക്കെ ആണെങ്കിൽ അതിലുള്ള പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത സെറ്റിംഗ്സ് നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസറിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഇൻട്രൂസീവ് ആഡ്സ് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ആദ്യത്തെ ഓപ്ഷനിലാണ് കിടക്കുന്നതെങ്കിൽ, അതായത് എനി സൈറ്റ് ദാറ്റ് യു വിസിറ്റ് ക്യാൻ ഷോ എനി ആഡ് ടു യു എന്നാണ് നിങ്ങളുടെ ഫോണിൽ സെലക്ട് ആയി കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾ മാറ്റിയിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ ആഡ്സ് ആർ ബ്ലോക്ക്ഡ് ഓൺ സൈറ്റ്സ് നോ
ടു ഷോ ഇൻട്രൂസീവ് ഓർ മിസ്ലീഡിംഗ് ആഡ്സ് എന്നിലേക്ക് മാറ്റി കൊടുക്കുക. അതായത് രണ്ടാമത്തെ താഴത്തുള്ള ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. ശേഷം ഒന്നുകൂടി നമ്മൾ ബാക്കിലേക്ക് തന്നെ പോവുക. ബാക്കിലേക്ക് പോയതിനു ശേഷം ഇവിടെ പോപ്പപ്പ് ആൻഡ് റീഡയറക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതും നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ താഴത്തെ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സൈറ്റ്സ് ക്യാൻ സെൻഡ് പോപ്പപ്പ് ആൻഡ് യൂസ് റീഡയറക്ട്സ് എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും സൈറ്റുകളിൽ കയറുന്ന സമയത്ത് അതിന് വരുന്ന പോപ്പപ്പ് വഴിക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടത്, അതൊന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ താഴത്തുള്ള സെറ്റിംഗ്സിലേക്ക് മാറ്റി കൊടുക്കുക. ഡോണ്ട് അലോ സൈറ്റ് ടു സെൻഡ് പോപ്പപ്സ് ആൻഡ് യൂസ് റീഡയറക്ട്സ് എന്നുള്ളതിലേക്ക് മാറ്റി കൊടുക്കുക. ഇത്തരത്തിൽ കൊടുത്താൽ തന്നെ നമ്മൾ ഓരോ സൈറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.